അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടങ്ങി വരാത്ത 3 കാര്യങ്ങൾ. ഒന്ന്, കലിമത്തുൻ ഇദാ ഖറജത്, പറഞ്ഞ വാക്കുകൾ. 2, സമനുൻ ഇദാ മള, കഴിഞ്ഞുപോയ കാലം അഥവാ സമയം. സിഖത്തുൻ ഇദാ ളഅത്, നഷ്ടപ്പെട്ടുപോയ വിശ്വസ്തത. ഈ 3 കാര്യങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. ഓരോ വാക്കുകൾ പറയുമ്പോഴും സൂക്ഷ്മത വേണം എന്നർത്ഥം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല, പറയുന്നതിന് മുമ്പായി ചിന്തിക്കുക അഥവാ ചിന്തിച്ച് സംസാരിക്കുക എന്നർത്ഥം. സംസാരങ്ങൾ പലപ്പോഴും പലരെയും അപകടത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ദുരന്തങ്ങളും വാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അവൻ എന്തു പറഞ്ഞു എന്നതല്ല നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ എന്ത് പറയണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ. ഓരോ സ്ഥാനത്തിനും പദവിക്കും സ്ഥലത്തിനും അനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. സ്ഥാനങ്ങൾ കൂടുന്നതനുസരിച്ച് സംസാരത്തിൽ, നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാറ്റിലും സൂക്ഷ്മത നമ്മൾ പുലർത്തേണ്ടതാണ്. അല്ല എങ്കിൽ പല അപകടങ്ങളും അതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് സമയം. അത് അതിൻ്റെതായ ചക്രവാളത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം, നാളെ ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് കാര്യമില്ല. സമയത്തിന് വലിയ മൂല്യമുണ്ട്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് സമയം എന്നുള്ളത്. വില കൊടുത്താൽ പോലും വാങ്ങാൻ ലഭിക്കാത്ത ഒരു കാര്യവും കൂടിയാണ് സമയം. അപ്പോൾ സമയം അമൂല്യമാണ്. അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. സമയം ഒരാൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഖേദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. 3ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, വിശ്വസ്തത. വിശ്വസ്തത എന്നുള്ളത് പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമായിരിക്കാം. പക്ഷേ അത് നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വസ്തത എന്നുള്ളത് നാം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കണ്ണിലെ കൃഷ്ണമണിയേക്കാൾ അതിന് സൂക്ഷ്മത നമ്മൾ നൽകേണ്ടതാണ്. കാരണം വിശ്വസ്തത അത് നഷ്ടപ്പെട്ടാൽ ഒരു നിലക്കും അത് തിരിച്ചെടുക്കാൻ സാധ്യം അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ മതി നമ്മൾ പതിറ്റാണ്ടുകൾ നേടിയെടുത്ത വിശ്വസ്തത തകർന്ന് തരിപ്പണമാകാൻ. അതുകൊണ്ട് നാം ആരോടെങ്കിലും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മെ വിശ്വസിച്ച് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ച് ആരെങ്കിലും വലുതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ വിശ്വസ്തത നമ്മൾ കാത്തു സൂക്ഷിക്കണം. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുകയില്ല. എത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.